ഈ വേട്ടനായ്കളെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ മനുഷ്യൻ വേട്ടനായ്കളെ വേട്ട ചെയ്യാൻ ട്രെയിൻ ചെയ്യും, ഒരുപാട് നാള് അതിനെ പരിശീലിപ്പിക്കും. ആ നായ വേട്ട ചെയ്ത മൃഗത്തെ അത് കഴിക്കുന്നതിൽ നിന്ന് ഒരു സ്പെഷ്യൽ ട്രെയിനിങ് ആ നായക്ക് കൊടുക്കാറുണ്ട്. എന്ന് വെച്ചാൽ അത് വേട്ട ചെയ്ത് പിടിക്കുന്ന മൃഗത്തെ ആ നായ കഴിക്കുകയില്ല, അതിനെ പിടിച്ച് യജമാനന് കൊണ്ടുകൊടുക്കും. അങ്ങനത്തെ ഒരു ട്രെയിനിങ് കൊടുക്കാറുണ്ട്. അപ്പോ ഈ നായക്ക് അതിന്റെ ദേഹേച്ഛ, നായ ഒരു മൃഗത്തെ വേട്ടയാടിയാൽ അതിനെ കഴിക്കാതിരിക്കാൻ അങ്ങേയറ്റം ഒരു ട്രെയിനിങ് ആവശ്യമാണ്. അതിന്റെ ദേഹിച്ച് അതിനെ പരിശീലിപ്പിക്കാൻ. അപ്പോ ഈ വേട്ടയാടി പിടിക്കുന്ന മൃഗത്തെ അതിനെ കഴിക്കാതെ തന്റെ യജമാനു വേണ്ടി കൊണ്ടുകൊടുക്കുന്നു. യജമാനോടുള്ള ബഹുമാനവും പേടിയുമാണ് ആ നായക്ക് അത് കഴിക്കുന്നതിൽ നിന്ന് അതിനെ പിന്തിരിപ്പിക്കുന്നത്. കാരണം അത്തരം ട്രെയിനിങ് ആണ് കൊടുത്തത്. അപ്പോ ആ യജമാനോടുള്ള പേടിയുണ്ട്, ബഹുമാനമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആ നായ വേട്ടയാടി പിടിക്കുന്ന മൃഗത്തെ കഴിക്കാതെ നേരെ യജമാനന് കൊണ്ടുകൊടുക്കുന്നത്. അള്ളാഹു നമ്മളെ പഠിപ്പിച്ചു, അള്ളാഹു നമ്മുടെ യജമാനനാണ്. പിന്നെ എന്തേ നമുക്ക് അള്ളാഹുവിനോട് ആ ബഹുമാനം പേടിയില്ലാതെ പോയത്? അള്ളാഹുവിന് വേണ്ടി എന്തുകൊണ്ട് നമ്മുടെ തെറ്റായ ദേഹിച്ചകൾക്ക് നമ്മളൊരു വിലക്ക് വെക്കുന്നില്ല? എന്തുകൊണ്ടാണ് തെറ്റായ ദേഹിച്ചകൾക്ക് ശൈത്താനെ പിൻപറ്റി ജീവിക്കുന്നത്? ഈ വേട്ടയാടുന്ന മൃഗത്തെ പോലെ അതിനേക്കാളും മോശമായ അവസ്ഥയിലാണല്ലോ നമ്മളെ മനുഷ്യർ. നമ്മൾ ആ ഒരു വേട്ടയാടി പിടിക്കുന്ന ആ നായയിൽ നിന്നെങ്കിലും ഒരു എക്സാമ്പിൾ ഉൾക്കൊള്ളേണ്ടേ? അതിന് ആ യജമാനോടുള്ള സ്നേഹം, ബഹുമാനം നോക്ക്. സ്വന്തം ദേഹിച്ചയെ മാറ്റിവെച്ച് അതിനു മുമ്പിൽ അതിന് ഇഷ്ടമുള്ള ഭക്ഷണം അത് പിടിക്കുമ്പോൾ അത് കഴിക്കാതെ, അതിന് ഒരു കഷ്ണം പോലും ടേസ്റ്റ് നോക്കാതെ യജമാനെ നേരിട്ട് കൊണ്ടുകൊടുക്കാൻ അള്ളാഹുവായ നമ്മുടെ യജമാനൻ നമ്മളെ ചെറുപ്പത്തിൽ മുതലേ നമ്മൾ പഠിപ്പിച്ചു, നമുക്ക് ഹിദായത്ത് നൽകി നേർവഴി കാണിച്ചു തന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു?